ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ വീക്ക്ലി ടൈമാണ് നടക്കുന്നത്. ഡെയിലിയിലോട്ട് പോവാം. ഡെയിലിയിൽ വന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്. നല്ലൊരു ക്ലോസ് ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നേക്കഡ് ഐസ്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സോൺ ഇവിടെ അങ്ങ് വരയ്ക്കാം. അത് തന്നെയാണ് സെല്ലേഴ്സിൻ്റെയും ബയേഴ്സിൻ്റെയും പവർ ഏരിയ. അത് നമുക്കങ്ങ് ഡ്രോ ചെയ്യാം. അപ്പം ഈ ലെവൽ 4th ജൂൺ, പിന്നെ നെക്സ്റ്റ് ഡേ നല്ല രീതിയിൽ വന്ന 4th ജൂണിൽ വന്ന ഇലക്ഷൻ ഡേക്കുള്ള സെല്ലേഴ്സിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവന്ന ബുള്ളിഷ് ക്യാൻഡിൽ. ഇത് നമുക്കൊന്ന് വിട്ടുകളയാം തൽക്കാലത്തിൽ. നമുക്ക് അല്ലാത്ത നോക്കാം. ഈ 6th ജൂണിന്റെ ലോ മുതൽ 27 ജൂണിന്റെ ഹൈ വരെ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിന്റെ റെക്ടാങ്കിൾ ടൂൾ വെച്ച് ബോക്സ് മാർക്ക് ചെയ്യാം. ഇത് കാണുക ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ തന്നെ ആർക്കായാലും ബയർ എവിടെ, സെല്ലർ എവിടെ, ആര് ഡോമിനന്റ് ആയി നിൽക്കുന്നുണ്ട്, അവരിപ്പോൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ടൂളാണ് ഫിബനാച്ചി. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നില്ല. എനിക്ക് ചാർട്ടിൽ എങ്ങനെയാണ് ഞാൻ നോക്കുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഓക്കെ, കാണുന്നില്ല എങ്ങനെയാണ് ഈ സോൺ, ഈ ബയേഴ്സിന്റെ സപ്പോർട്ട് സോൺ, അവരുടെ പ്രീമിയം സോൺ എങ്ങനെയാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് ഇവിടെ വന്നു. ഇതിന് താഴെ ജസ്റ്റ് ഒന്ന് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയതേ ഉള്ളൂ. നല്ല രീതിയിൽ കൊണ്ട് മുകളിലൊന്ന് ക്ലോസ് ചെയ്തു. നിഫ്റ്റിയുടെ പങ്ക് ഇതിൽ വലിയ രീതിയിലുണ്ട്. ഓക്കെ, എന്നാലും ഇത് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ബയേഴ്സ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, പ്രസൻസ് അറിയിച്ചിട്ടുണ്ട്, അവരുടെ സോണിൽ എത്തി, അവർക്ക് ഡേഞ്ചർ മാർക്കപ്പോൾ നേരെ കയറി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമതൊരു സെല്ലേഴ്സിന് അവർക്ക് സേഫ് ആയിട്ടൊരു സോൺ വേണമല്ലോ. അവർ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിലുണ്ട് ബാങ്ക് നിഫ്റ്റി. അപ്പൊ നമുക്ക് എന്താ ചെയ്യുക, ഈ ഹൈ മുതൽ ഈ ലോ വരെ ഇന്നത്തെ ലോ വരെ മാർക്ക് ചെയ്യാം. അവർക്ക് ഉണ്ട് ഒരു പ്രീമിയം ഏരിയ. നമുക്ക് എന്തെങ്കിലും ചെയ്യാം, കളർ മാറ്റി കൊടുക്കാം. ഓക്കെ, ഇത് ബയേഴ്സിന്റെ പ്രീമിയം ഏരിയ. അവർ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഏരിയ. വിട്ടുകൊടുത്താൽ അവർ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അവർ പോയി, ഈ വന്ന ബയേഴ്സ് പോയി എന്നാണ് എൻ്റെ അർത്ഥം. ഇതിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്താൽ ഓക്കെ. അപ്പൊ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല, അവിടെ വരുമ്പോൾ എല്ലാം തിരിച്ചും കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇതാണ് സെല്ലേഴ്സിന്റെ പവർ ഏരിയ. ഇതിന് മുകളിൽ ഇതിന് മുകളിൽ ഇതേപോലെ ഒരു ബൈയിങ് ക്യാൻഡിലൊക്കെ വന്ന് ഡെയിലി ബേസിസ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പോയി, ഈ സെല്ലേഴ്സ് ഔട്ട് ആണ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇപ്പൊ ഇൻട്രാഡേ ബേസിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിലൊക്കെ ഇവിടെ സസ്റ്റെയിൻ വന്ന് നിന്നു എന്ന് പറഞ്ഞ് കാട്ടിക്കേറ്റ് ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ അടുത്ത ക്യാൻഡിൽ തന്നെ താഴെ ഇവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്ത് ഒരു റീടെസ്റ്റ് അങ്ങനെയൊക്കെ കിട്ടണം ഈ സോണിൽ നിന്ന്. എനിക്ക് ഇൻട്രാഡേ ബേസിൽ ഞാൻ പറയുന്നത്, ഇപ്പൊ പറഞ്ഞത് ഡെയിലി ബേസിൽ നമ്മൾ ഈ ബയേഴ്സ് ആക്റ്റീവ് ആണ്, ബയേഴ്സ് ഇവിടെ ജീവനോടെ ഉണ്ട്, തിരിച്ച് ബാങ്കിലേക്ക് വന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി. ഈ സെല്ലേഴ്സ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, നമ്മൾ പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ട്, അത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്താ വേണ്ടേ? ബാങ്ക് നിഫ്റ്റിയിൽ രണ്ടുപേരും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഇത്രയും ചെറിയ സിമ്പിൾ അനാലിസിസ് നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റും. ആരുടെ സഹായം ഇല്ലാതെ ഒരാളുടെ അനാലിസിസിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ കാണാൻ പറ്റും. ഓക്കെ, എനിക്ക് ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം ബയറും സെല്ലറും എവിടെയാണ് ഇരിക്കുന്നത്, നമുക്ക് എവിടെയാണ് സേഫ് ട്രേഡ് എടുക്കാൻ എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വയം ആരുടെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ആരുടെയും ടിപ്സിന്റെ പുറകെ പോവാതെ, കോൾസിന്റെ പുറകെ പോവാതെ, ഒരു അനാലിസിസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സ്വന്തമായിട്ട് മനസ്സിലാക്കാം എവിടെയാണ് ബയർ ഉള്ളത്, എവിടെയാണ് സെല്ലർ ഉള്ളത്. ഹയർ ടൈം ഫ്രെയിമിൽ എവിടെയും ബയർ ഉള്ളത്, എവിടെയാണ് സെല്ലർ ഉള്ളത്, എവിടെയാണ് അവരുടെ പ്രീമിയം ഏരിയ, എവിടെ ബ്രേക്ക് ആയാലും അവർക്ക് നഷ്ടം, ഇറങ്ങി പോകാൻ അവർ തീരുമാനിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കിതൊരു സ്മോൾ ടൈം ഫ്രെയിമിൽ പോകും. 30 മിനിറ്റ്സിലോട്ട് പോകാം. 30 മിനിറ്റ്സിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൂടെ വരച്ച് വെച്ചാലോ, നമുക്ക് ട്രേഡ് ചെയ്യാനും കൂടെ എളുപ്പമാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇത് പ്രത്യേകിച്ച് ആരെയും പഠിപ്പിക്കുന്നില്ല, ഞാൻ വരച്ച് തരാം. ഓക്കെ, ഈ ലോ സപ്പോർട്ട്, ഈ ലോ സപ്പോർട്ട്, ഈ ലോ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഈ ലോ എന്തായാലും ആക്ട് ചെയ്യും, ഈ ലോയും ആക്ട് ചെയ്യും. ഓക്കെ, ഇനി ഏതാണുള്ളത്? ഈ ലോ വരികട്ടെ. ഇനി ഇവിടെ
സപ്പോർട്ട് വരാൻ സാധ്യത. സപ്പോർട്ട് വേണ്ട. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് നോക്കാം. റെസിസ്റ്റൻസ് ഇത്രയൊക്കെ കാര്യം വരയ്ക്കേണ്ട കാര്യമില്ല, ഞാൻ കാണിച്ചിരുന്നേ ഉള്ളൂ എങ്ങനെ വരയ്ക്കാന്നുള്ളത്. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ നോക്കി വരച്ചു നോക്കി. ഇതൊക്കെ നല്ല മാർക്കറ്റിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളുടെ കണ്ണുകളിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ വേറെ അധികമൊന്നും പറയുന്നില്ല. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് ഇത്രയും മനസ്സിലായി. ഈ സോണിലൊക്കെ ഇതിനൊക്കെ താഴെ വരുമ്പോൾ നമ്മൾ കണ്ണു അടച്ച് ഇപ്പോൾ ഫുൾ ക്വാണ്ടിറ്റി, ഇപ്പോൾ എന്താ പറയുക, ഒരു 10 ലോട്ട് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതാണ്. പിയിൽ 10 ലോട്ടും എടുത്ത് ഇവിടെ പഞ്ച് ചെയ്യാൻ പാടില്ല. അത് കാണുന്നില്ലേ? ഈ സോണിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച്, ഇല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഫുൾ എടുക്കുന്നത് വെച്ചു സ്കാൽപ്പ് ചെയ്യുക. അല്ലാതെ ലോങ് റൈഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് രാവിലെ ഒരു പൊസിഷൻ ഓപ്പൺ ആക്കി വൈകുന്നേരം ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് 1:3 1:4 അങ്ങനെയൊന്നും ഈ സോണുകളിലൊന്നും വന്ന് ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ലൈവായിട്ട് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം കൂടെ സപ്പോർട്ട് ഉണ്ട്, ഇത് വേണം തിരിച്ച് കയറി പോവാം അല്ലേ? അതുപോലെ തന്നെ ഈ സോണുകളിലൊന്നും കയറി ഫുൾ ക്വാണ്ടിറ്റിയും പഞ്ച് ചെയ്ത് ഫുൾ ടാർഗറ്റിന് വേണ്ടി സ്പോട്ടിൽ ഇത്രയും ടാർഗറ്റ് എനിക്ക് വേണം എന്ന് പറഞ്ഞിരിക്കല്ലോ. അത് നമ്മൾ പ്രീമിയം ചാർട്ട് കൂടെ നോക്കി സ്കാൽപ്പും കൂടെ ചെയ്യാൻ നോക്കുക. ക്വിക്ക് എൻട്രി, ക്വിക്ക് എക്സിറ്റ് അങ്ങനെ നോക്കുക ചെയ്യാം. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, ബ്ലാസ്റ്റ് കൊണ്ട് പോയെന്ന് വരാം, മുകളിലോട്ടും പോയെന്ന് വരാം, ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴെ ഡൗണും ആയെന്ന് വരാം. അതൊന്നും നമുക്ക് മാർക്കറ്റിന്റെ കയ്യിലാണെന്നല്ല. അല്ല നമുക്ക് പറയാൻ കഴിയുന്നത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലക്ഷങ്ങൾ കോടികൾ പ്രിന്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. എല്ലാവരും കോടീശ്വരന്മാർ ലക്ഷപ്രഭുക്കളാകില്ലേ? അതൊന്നും നടക്കില്ല. നമുക്ക് നമ്മുടെ ഒരു റിസ്ക് വെച്ച് മാനേജ് ചെയ്ത് നമുക്ക് മാർക്കറ്റ് റേറ്റ്സ് മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ നഷ്ടം മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ, നമ്മുടെ ലാഭം മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ, നമ്മുടെ ട്രേഡ് മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് പറ്റില്ല. അതെല്ലാം മാർക്കറ്റിലെ പ്ലേയേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മൺഡേ അഥവാ എന്താ ചെയ്യുക, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി എന്ന് വെക്കുക. എന്ത് സംഭവിക്കാം? ഒരു പോസിബിലിറ്റി ഇവിടെ താഴെ വന്ന് ഈ ക്ലോസ് ഉണ്ടല്ലോ, അത് മൺഡേ ആക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട്. എനിക്കൊന്നും പറയാനേ പറ്റുള്ളൂ. ഈ ക്ലോസിൽ വന്നിട്ട് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി, ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു, നല്ല രീതിയിൽ മുകളിൽ പോയി, എന്നിട്ട് അവരെ ട്രാപ്പ് ചെയ്ത് തിരിച്ച് ഇതും ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്ന് ടാർഗറ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സാധ്യതയാണ് ഞാൻ പറയുന്നത്. ചിലപ്പോഴൊക്കെ ഇത് സംഭവിക്കും, ചിലപ്പോൾ മിക്കതും സംഭവിക്കാറുണ്ട്. കാരണം എന്താ, ക്ലോസിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിൽ പോകാറുണ്ട്. അങ്ങനെ പോകുന്നെങ്കിൽ ആ ബൈസിനെ ട്രാപ്പ് ചെയ്ത് തിരിച്ച് താഴെ വരാറാണ് കൂടുതൽ സംഭവിക്കാറുള്ളത്. പക്ഷെ ഇത് പോസിറ്റീവ് നിൽക്കണമുണ്ട്, നല്ലൊരു സ്ട്രോങ് ആയിട്ട് ബുൾസ് നിൽക്കുന്നത് ഇവിടെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് എന്താ പറയാ, അത് ഗ്യാപ്പ് ഓഫ് ഓപ്പൺ ആണ്, ഇത് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മുകളിൽ പോവാം. എന്ത് വേണോ സംഭവിക്കാം. ഓക്കെ, മാർക്കറ്റാണ്, മാർക്കറ്റിന്റെ ഇഷ്ടമാണ് കാര്യങ്ങൾ, അപ്പോൾ അതും സംഭവിക്കാം. പ്രത്യേകം വരച്ചിട്ടില്ല, വേണമെങ്കിൽ അത് വരച്ചിടാന്നുള്ളത് ക്ലോസ്, പ്രത്യേക വേറെ കളറിൽ കൊടുക്കും ക്ലോസ്. ഓക്കെ, ഇത് കിടക്കട്ടെ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ ടാർഗറ്റ് ഏരിയസ് ആയിട്ട് എടുക്കാം. താഴോട്ട് വരുന്നെങ്കിൽ ഇത് ട്രാപ്പ് ഏരിയ ആയിട്ട് കണക്കൂട്ടാം. ഈ ഗ്രീൻ ലൈൻ മാർക്ക് ചെയ്ത് ട്രാപ്പ് ഏരിയ ആയിട്ട് കണക്കൂട്ടാം. എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാം. മുകളിലോട്ടാണെങ്കിൽ എങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുക. നമ്മൾ ചാടിക്കാതെ എൻട്രി കേസ് നോക്കിയാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. നമ്മൾ വെയിറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ എൻട്രിക്ക് ഒരു റീസൺ ഉണ്ട്. ഞാൻ എൻട്രി എടുക്കുന്നത് ഇവിടെ വന്നു റീടെസ്റ്റ് ചെയ്തു, ഇവിടെ നിന്ന് എൻട്രി എടുത്ത് ഈ ഹൈ വരെ എനിക്ക് ഈ ലെവലിൽ എനിക്ക് ടാർഗറ്റ്. നമുക്ക് എന്തെങ്കിലും റീസൺ വേണം. എന്താ റീസൺ? ഈ ലെവൽ ബ്രേക്ക് ചെയ്തു, ഇവിടെ വന്ന് വീണ്ടും റീടെസ്റ്റ് ചെയ്തു, ഈ സ്വിങ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് എന്തായാലും നല്ലൊരു ക്യാൻഡിൽ ഞാൻ അവിടെ കണ്ടു, ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടു, ഹാമറോ എൻഗൾഫിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു. ഞാൻ എൻട്രി എടുക്കാൻ പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ എല്ലാ ദിവസവും കിട്ടിയെന്നില്ല, ചിലപ്പോൾ ഒരു ദിവസം ട്രേഡ് അടുത്ത ദിവസം കിട്ടില്ല എന്നിരിക്കും. കിട്ടില്ല എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. കാരണം പൈസ നമ്മളെ കയ്യിൽ തന്നെ ഇരിക്കും. നമ്മളെ സെറ്റപ്പിലെ ട്രേഡ് വന്നാൽ മാത്രം എടുക്കുക.
ഇവിടെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് കിട്ടും അല്ലേ? അത് എങ്ങനെ കിട്ടുമെന്ന് പറയാൻ കഴിയുന്നത് ചാർട്ട് കണ്ടിട്ട്. ചാർട്ട് പറഞ്ഞു, ചാർട്ടിൽ ലെവൽസ് നല്ല രീതിയിൽ കാണുന്നില്ലേ? ചാർട്ടിന്റെ ലെവൽസ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും പോയി ഫുൾ ക്വാണ്ടിറ്റി ഒന്നും പഞ്ച് ചെയ്ത് പറയാം. ഇവിടെ നിന്ന് ബ്രേക്കൗട്ടിൽ ഇവിടെ നോക്കാം. ഇവിടെയൊക്കെ സ്കാൽപ്സ് നോക്കാം. 30 മിനിറ്റിലെ ലെവൽസ് ആണ് വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ചെറുതായിട്ടൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. 130 പോയിന്റ് ബാങ്ക് നിഫ്റ്റി 100 പോയിന്റ് എടുക്കാൻ കഴിയുന്ന വലിയൊരു കാര്യം. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ 100 പോയിന്റും നിഫ്റ്റിയിൽ എന്താ പറയുക 35, 40, 55, 60, 40, 50 പോയിന്റുകൾ എടുക്കാൻ നോക്കും. നമുക്ക് അതിനുവേണ്ടി ശരിക്കുക. സ്പോട്ടിലായിരുന്നു പിന്നെ പ്രീമിയത്തിലാണെങ്കിൽ പ്രീമിയത്തിൽ 20 പോയിന്റ്സ് എടുക്കാൻ നോക്കും. അതുപോലും പറ്റാത്ത എത്രയോ പേരുണ്ട് അങ്ങോട്ട് 20 പോയിന്റ് എടുക്കാൻ പറ്റാത്തല്ലേ? നമുക്ക് പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. ഇത് വലിയ ഉപദേശമൊന്നുമല്ല പറയുന്നത്, ഞാനുള്ള ആളൊന്നുമില്ല. ഞാൻ എൻ്റെ ചാർട്ടിൽ കണ്ട് കാര്യങ്ങൾ പറയുന്നു, എൻ്റെ ഒരു ആവശ്യത്തിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇത് ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, ഏതൊരാൾക്കും ഇത് ചെയ്യാൻ പറ്റണം. അല്ലാതെ ഒരാളുടെ അനാലിസിസ് കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക, ടിപ്സിന് വേണ്ടി കാത്തിരിക്കുക, കോൾസ് ഉണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ സ്വന്തമായിട്ട് ചാർട്ട് കണ്ടിട്ട് ഇത് എവിടെ ബയറുണ്ട് എവിടെ സെലറുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. ഈ ഒരു കാര്യം മാത്രം പോരെ. എന്നാണ് എൻ്റെ, അത് മതിയെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എനിക്കിതിൽ കൂടുതൽ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ താല്പര്യമില്ല. അഥവാ ഞാൻ പറഞ്ഞ് സിമ്പിൾ കാര്യങ്ങളെ കോംപ്ലിക്കേറ്റ് ആക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇതൊക്കെ എന്താ പറയുക, പ്രീമിയം ആയിട്ടുള്ളൊരു കണ്ടന്റ് തന്നെയാണ് എന്നതിനാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലെവൽസ് എങ്ങനെ വരച്ചു എന്നുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ട ആർക്കും സ്വന്തമായിട്ട് ഈ ലെവൽസും ഇതെല്ലാം പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതനുസരിച്ച് ലൈവ് മാർക്കറ്റിൽ എന്താ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നിങ്ങളുടെ സെറ്റപ്പിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളിപ്പോൾ EMI ഉപയോഗിച്ചാണ് ട്രേഡ് ചെയ്യുന്നത് വെച്ചോളൂ. ആ EMI ഒരു കർവിൽ ഒരു എന്താ പറയുക ബ്രേക്ക് ചെയ്തു, ക്രോസ് ഓവർ ചെയ്തു, അതിൽ സസ്റ്റെയിൻ ചെയ്തു കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ EMI ബേസ് ചെയ്തിട്ട് എടുക്കാം. CPR ഉപയോഗിക്കുന്നവർക്ക് CPR യൂസ് ചെയ്ത് ട്രേഡ് എടുക്കാം അല്ലേ? അപ്പൊ ഇതും കൂടെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. നമ്മുടെ രണ്ട് സെല്ലറിന്റെയും ബയറിന്റെ ഒരു സോൺ ഉണ്ട്, കുറച്ച് ലെവൽസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് തന്നെ ട്രേഡ് എടുക്കാൻ പറ്റും. ഇത് ഞാൻ സംസാരിച്ച് വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വൃത്തിക്കൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് പറയാം. ഞാൻ ഓവറായിട്ട് സംസാരിച്ച് സിമ്പിൾ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും സോറി പറയുന്നു. ഓക്കെ, താങ്ക് യു.